ഇന്നലെ വളരെ സങ്കടകരമായ ഒരു വാർത്ത കാണാനിടയായി. 2 കുഞ്ഞുങ്ങൾ അവർക്ക് ഉറക്കത്തിൽ പാമ്പ് കടിയേറ്റു. പക്ഷെ പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലായില്ല. അത് ഈ നമ്മൾ പറയുന്ന ശംഖുവരയൻ എന്ന് പറയുന്ന ഒരു പാമ്പ്. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശംഖുവരൻ എന്ന് പറയും. പലയിടത്തും അതിന് വെള്ളിക്കെട്ടൻ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന് ചുറ്റും ഇങ്ങനെ ഈ മോതിര വളയം പോലെ വെളുത്ത വരകളുള്ള ഒരു പാമ്പാണ്. അത് കുറച്ച് വലിപ്പമുള്ള പാമ്പാണ് സാധാരണഗതിയിൽ. പക്ഷേ ഇവിടെ ഈ കുഞ്ഞുങ്ങളെ കടിച്ച പാമ്പെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, എന്നാലും ഇത് കുഞ്ഞല്ല, കുറേ കൂടെ വലിപ്പമുള്ളതാണ്. ഈ പാമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം ഈ പാമ്പിൻ്റെ ഈ യഥാർത്ഥത്തിൽ 4 വിധത്തിലുള്ള പാമ്പുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് കോബ്ര, അതായത് മൂർഖൻ. പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് ഈ പറയുന്ന പോലെ വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ. അതായത് പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്ന 2 തരത്തിലുള്ള വൈപ്പർ, അതായത് അണലി. ഈ അണലി എന്ന് പറയുന്നത് 2 തരത്തിൽ. ഒരെണ്ണത്തിന് ചേനത്തണ്ടൻ എന്ന് പറയും, ഒരെണ്ണത്തിന് അണലി എന്നും പറയും. അപ്പോൾ ചേനത്തണ്ടൻ എന്ന് പറയുന്ന പാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പുള്ളി വലിയ ഡിസൈനാണ് ഉള്ളത്. ആ അല്ലാത്ത വൈപ്പർ, അതായത് ഈ ചേനത്തണ്ടൻ എന്ന് പറയുന്ന അല്ലാത്ത അണലി എന്ന് പറയുന്നത്, ചേനത്തണ്ടന് വലിയ വലിപ്പമുണ്ട്. ഈ അണലി എന്ന് പറയുന്ന അതിന് ഈ ചേനത്തണ്ടനോടും വലിപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഏതായാലും ഈ പാമ്പ് കടിക്കുമ്പോൾ ഈ മൂർഖൻ എന്ന് പറഞ്ഞാൽ അത് വൈരാഗ്യം വെച്ച് കടിക്കത്തില്ല. കാരണം മൂർഖൻ ഭയപ്പെടുമ്പം നമ്മളെ ഭയപ്പെടുത്താനാണ് അത് ഈ ഭത്തി എന്ന് പറയുക, അതിൻ്റെ പണം വിരിക്കുന്നത്. കാണാൻ നല്ല ഒരു ചന്തമാണ് അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു ഭീകരമായ ഒരു ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും, ഭയം നമുക്ക് വരുമെങ്കിലും കാണാൻ നല്ല സ്റ്റൈലാണ് അതങ്ങനെ നിൽക്കും. ഒരു കണ്ണാടി അടയാളത്തോടു കൂടി അതിങ്ങനെ നിൽക്കും. അത് നമ്മളെ ഭയപ്പെടുത്താൻ ചെയ്യുന്നതാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, അല്ല നമ്മളെ കടിക്കാനല്ല. പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് അത് വീണ്ടും ഭയക്കാനിടയായാൽ കൊത്തും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ അണലി എന്ന് പറയുന്ന വർഗ്ഗം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ. അണലി എന്ന് പറയുന്നത് അത് വൈരാഗ്യം വെച്ച് കടിക്കും. അത് ഭയപ്പെടുകയൊന്നും വേണ്ട, അതിന് ചവിട്ടുകയും വേണ്ട. മൂർഖനെയാണെങ്കിൽ ചവിട്ടിയാലേ അന്നേരം കടിച്ചിരിക്കും, അതേ ഉള്ളൂ, കൊത്തും. പക്ഷേ ഈ അണലി എന്ന് പറയുന്നത് അതിന് ചവിട്ടുമൊന്നും വേണ്ട, അതിൻ്റെ അടുത്തൂടെ പോയാൽ മതി, അത് കടിക്കുമെന്ന് പറഞ്ഞാൽ കടിച്ചങ്ങ് പറിക്കും. അതിൻ്റെ വായിലുള്ള അതിൻ്റെ ഇത് പല്ലുകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ്ട് ഇതുപോലെ ഇരിക്കുന്നതാണ്. അത് കടിച്ചങ്ങ് പറിക്കും. അതുപോലെ വലിയ മുറിവ് ഉണ്ടാക്കും. മറ്റേതൊക്കെ ഇത് കൊത്തുകയേ ഉള്ളൂ. എന്നിട്ട് ഈ അണലി അതുപോലെ ഒരു തവണ ഇഞ്ചെക്ട് ചെയ്യുന്ന വിഷം എന്ന് പറയുന്നത് എന്തെന്നറിയോ? 20 പേര് മരിക്കാൻ പര്യാപ്തമായ വിഷമാണ് ഒരാടെ ഒറ്റ കടിയിൽ അണലി പുറപ്പെടുവിക്കുന്ന വിഷം. അപ്പോൾ പിന്നെ ഈ ശംഖുവരയൻ, അത് ഡെഡ്ലിയാണ്. അതും വളരെ കുഴപ്പം പിടിച്ചാണ് ഈ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്. അതിന് ഈ ഇതുപോലുള്ള ഒന്നും അങ്ങനെ വൈരാഗ്യം വെച്ച് കടിക്കുന്നൊന്നുമല്ല. അതിൻ്റെ അത് ഭയപ്പെടുത്തുകയൊന്നും വേണ്ട. അതിൻ്റെ ദേഹത്തോട്ടോ അതിൻ്റെ ദേഹത്തോ അതിൻ്റെ ശരീരത്തോ അങ്ങനെ സ്പർശിക്കാനൊക്കെ ഇടയായാൽ അത് കടിക്കും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്നലെ 2 കുഞ്ഞുങ്ങൾ, 8 വയസ്സും 10 വയസ്സും വീതമുള്ള 2 മക്കൾ, അവർ കിടന്ന് ഉറങ്ങുന്നത് കോടാലി എന്ന് പറയുന്ന സ്ഥലം, അതായത് നമ്മുടെ തൃശ്ശൂരിനടുത്ത് ഉള്ള, തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ഒരു വനമേഖലയാണ് കോടാലി. അപ്പോൾ ആ ഭാഗത്താണ് ഈ വീട്. ഒരു ഒറ്റ നിലയുള്ള ടെറസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഭയങ്കര ഭീകരമായ ചൂടല്ലേ. ഈ ചൂട് വന്നു കഴിഞ്ഞാൽ ഈ പാമ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് കൂടെ പറയാനാണ് ഞാനിത് പറയുന്നത്. ഈ നമ്മുടെ വാതിലൊക്കെ തുറന്നിട്ടേക്ക്, അറിയത്തില്ല, കാറ്റ് കയറണം എന്നൊക്കെ പറയുകയാണല്ലോ. എന്നാൽ നേരെ മറിച്ച് വെളിയിൽ നിന്ന് ഇപ്പോൾ ചൂട് കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കർട്ടനൊക്കെ ഇട്ട് ഈ ജനലും വാതിലിനും ഒക്കെ മറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വേണ്ടത്. ഇപ്പം നമ്മൾ ഈ വാതിൽ തുറന്നിട്ടേക്കും, പലപ്പോഴും തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ പാമ്പിനെ അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ മാളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ ദ്വാരങ്ങളിലാണല്ലോ പലപ്പോഴും ഇത് കഴിയുന്നത്, മാളത്തിലാണ്. അപ്പോൾ അത് കഴിയുന്നിടത്ത് വളരെ വലിയ ചൂടാണ്. അണലിക്ക് മാളമൊന്നും വേണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അത് ഈ മതിലിൻ്റെയൊക്കെ അരികിലുണ്ടല്ലോ, ഇങ്ങനെ അരിക് പറ്റി കിടക്കും, കാണത്തില്ല ഇതിനെ. ഈ കരിയിലൊക്കെ വീണ് കിടന്നാൽ, ഇപ്പം മാവിൻ്റെ ഇലകളൊക്കെ വീണ് കിടന്നാൽ ഏതാണ്ട് അതേ സ്റ്റൈലുള്ള പുള്ളിയാണ്. പ്ലാവിൻ്റെ ഇലയും മാവിൻ്റെ ഇലയൊക്കെ
ഉള്ള കരിയില വീഴുന്നത് പോലുള്ള ഒരു പടമാണ് ഇതിൻ്റെ പുറത്ത്. അത് കാരണം ഇതിനെ അറിയത്തില്ല. അങ്ങനെയാണ് പലപ്പോഴും ഇതിനെ ചവിട്ടി അതിൻ്റെ അടുത്തൂടെ പോയി അപകടം ഉണ്ടാകുന്നത്. ഇത് ഈ ഈ തണുപ്പ് അന്വേഷിച്ച് നടക്കും. അന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിന് തണുപ്പ് വേണം. അപ്പോൾ അതിന് നോക്കുമ്പോൾ ഈ ഈ ദ്വാരങ്ങളിൽ ഈ വാരം, അതായത് കഴിയുന്ന മാളങ്ങളിൽ വലിയ ചൂടാണ്. പ്രത്യേകിച്ച് ഒരു മഴ പെയ്തു പോയാലുണ്ടല്ലോ, ഒരു മഴ എങ്ങനെ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആവി അത്രത്തോളം കൂടും. അപ്പോൾ ആ മഴ പെയ്ത് കിടക്കുന്ന രാത്രിയോ, ആദ്യം മഴ, അതായത് തുടർച്ച മഴ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അതോ അങ്ങനെ, കാരണം ഈ വാരത്തിലെല്ലാം തണുപ്പ് കയറും. നേരെ മറിച്ച് ഒരു മഴ, വലിയ വേനലിനിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്രത്തോളം അത്യുഷ്ണമായിരിക്കും. ഇതിനകത്ത് അത്രയും ഹ്യൂമിഡിറ്റി അങ്ങ് കൂടും. അത് ഇതിന് സഹിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങി വെളിയിറങ്ങും. അങ്ങനെയാണ് നമ്മൾ നല്ല വെളിച്ചത്തോടു കൂടിയേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നടക്കാൻ പാടുള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഈ പാമ്പിൻ്റെ പ്രത്യേകത, ഇതിവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നു. ഈ ഒരു ശംഖുവരയൻ പാമ്പ്, അതായത് വെള്ളിക്കെട്ടൻ, അത്ര വലിപ്പമില്ല, എന്നാലും ഒരു അര പാമ്പിൻ്റെ വലിപ്പമേ ആയുള്ളതിന്. അത് അതിലും വളരും. ഞാനിതിനെ മുഴുവൻ കണ്ടിട്ടുള്ളതാണ്, ഇതിനെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അപ്പം ഈ പാമ്പ് ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്ന കട്ടിലിൽ അതിൽ കയറിയിട്ടുണ്ട്. എന്നാൽ ആ വീടെന്ന് പറഞ്ഞാൽ വീട്ടിൽ പടികൾ വഴി ഇഴഞ്ഞ് വേണം ഇതിന് കയറാൻ. പക്ഷെ അത് ഇഴഞ്ഞ് കയറും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തണുപ്പ് നോക്കിയാണ് ഇത് കയറുന്നത്. അങ്ങോട്ട് അവിടുന്ന് തണുപ്പ് വരുന്നെന്ന് അതിന് തോന്നും, അതിന് ഫീൽ ചെയ്യും. അതങ്ങ് കയറി കുഞ്ഞുങ്ങളുടെ മുറിയിൽ കയറി കട്ടിൽ കയറിയിട്ട് ഇത് തലയണയ്ക്കടിയിലിരുന്നു. ഇതാണ് പ്രശ്നം വന്നേ. അത് തലയണയ്ക്കടിയിൽ പിന്നിരുന്നതാണ്. അത് കാരണം ഇത് കുട്ടികൾ അരങ്ങോ ഒക്കെ ചെയ്തപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ, മരിച്ചുപോയ കുഞ്ഞ്, ആ 8 വയസ്സുകാരൻ മരണപ്പെട്ടു പോയി കേട്ടോ, അവൻ്റെ ചുണ്ടിലാണ് കടിച്ചത്. മറ്റേ 10 വയസ്സുകാരൻ്റെ കൈപ്പത്തിയിലാണ് കടിച്ചേക്കുന്നത്. ആ കടിച്ചെന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നും വരത്തില്ല ഇതിന്, ഈ കടിയുടെ പാടൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഇങ്ങനെ 2 പല്ലിൻ്റെ പാട് ചെറുതായിട്ട് കാണും, അത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്നൊന്നും മനസ്സിലാവത്തുമില്ല ഈ പാമ്പ് കടിച്ചാണെന്ന്. കാരണം ഈ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തലവേദന, അതുപോലെ തന്നെ ഛർദിൽ. അപ്പോൾ ഇവർ തലേ ദിവസം എന്തോ ആഹാരം കഴിച്ചു, ഹോട്ടൽ ഫുഡ് ഏതാണ്ട് കഴിച്ചു. അപ്പോൾ അതിൻ്റെ എങ്ങാനും ഫുഡ് പോയ്സണിങ് ആയിരിക്കും എന്നുള്ള ഒരു ധാരണ അവർക്ക് വന്നുപോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ കുഴപ്പം പറ്റിയത്, ഈ ഫുഡ് പോയ്സണിങ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കി അതിൻ്റെ ആ രീതിയിൽ ഫുഡ് പോയ്സണിങ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവർ അത് ആദ്യം ഏതാണ്ട് വെള്ളമൊക്കെ കൊടുത്തു കുറച്ചൊക്കെ. അപ്പോൾ കുറച്ച് ശമനമുണ്ടായി. പക്ഷെ വൈകുന്നേരമായപ്പോഴത്തേക്ക് വളരെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് ആശുപത്രി കൊണ്ടുപോയപ്പോഴും അവർക്കും മനസ്സിലായില്ല, ഡോക്ടേഴ്സിന് ഇത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെ പരിശോധനയിലായി അവർക്ക് മനസ്സിലായി വിഷം ഉള്ളിൽ ചെന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെ വിഷം വരാനിടയായി എന്ന് ചോദിച്ചാൽ, പാമ്പ് കടി ഏൽക്കാനുള്ള മാർഗമുണ്ട്. അപ്പോൾ പാമ്പ് കടി ഏൽക്കാൻ കുട്ടികൾ കാട്ടിലോ അങ്ങനെയുള്ളിടത്തൊന്നും പോയിട്ടില്ല എന്നവർക്ക് പറഞ്ഞപ്പോൾ ഇവരെന്തായാലും പോയി മുറി നാട്ടുകാരെല്ലാം കൂടെ പരിശോധിച്ചപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ കിടന്നുറങ്ങിയ കട്ടിലിൻ്റെ തലയണയ്ക്ക് അടിയിലായിട്ട് ഈ വെള്ളിക്കെട്ടൻ, ഈ ശംഖുവരയനെ കാണുന്നത്. അവർ നാട്ടുകാരനെ തല്ലി കൊന്നു കേട്ടോ. കൊന്നിട്ട് അത് തന്നെ ആശുപത്രി കൊണ്ടുവന്നു, കണ്ണാടി കൂട്ടിലെ പെട്ടിയിലിട്ട് ഒരു ഡപ്പിയിലിട്ട് അവിടെ ആശുപത്രി കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ആൻറ്റിവനമൊക്കെ അവർ കൊടുത്തു. ഇതിന് 4 എണ്ണത്തിനും 4 തരം ആൻറ്റിവനമാണ് കൊടുക്കേണ്ടത്. കറക്റ്റ് ഇതിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആൻറ്റിവനം കൊടുത്തു. അതുകൊണ്ടാണ് 10 വയസ്സുകാരൻ ഇപ്പോൾ വെന്റിലേറ്ററിലാണെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്, ആൻറ്റിവനം കൊടുത്തുകൊണ്ടാണ്. മറ്റേ കുട്ടിക്ക് അത് കൊടുക്കുന്നപ്പോഴത്തേക്ക് ആ കുഞ്ഞ് മരിച്ചുപോയി. എന്ത് കഷ്ടമായെന്ന് പറയുമോ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതായത്. എപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന ഭാഗമാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് തട്ടിക്കുടയണം, അത് നോക്കണം, എടുത്ത് നോക്കണം, ആ വിരിപ്പൊക്കെ ഒന്ന് പരിശോധിക്കണം. അങ്ങനെയൊക്കെ വേണം. അറിയത്തില്ല, ചിലപ്പോൾ പഴുതാര കയറിയിരിക്കും, പല കാര്യങ്ങൾ ഇതുപോലെ കാണും. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം നിർബന്ധമായിട്ട്. അത് നോക്കിയില്ല എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനൊക്കെ ഇപ്പോൾ പറയും പാമ്പ് കുഞ്ഞിന് വിഷമില്ലെന്ന് ആളുകൾ വിചാരിക്കും. നേരെ മറിച്ചാണ്, പാമ്പും കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ വിഷം. അതായത് ഈ പാമ്പ് ജനിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഒരിക്കൽ ഞങ്ങൾ ഈ റബ്ബറിൻ്റെ സാപ്ലിങ്സ് നട്ട് വെച്ചേക്കാണ്. അതായത് അതിൻ്റെ റബ്ബറിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് 155 വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് പ്ലാന്റ് ചെയ്യാനായിട്ട് ഓരോ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് ആ മണ്ണിനകത്ത് ഇത് നട്ടുകൊണ്ട്
ഇങ്ങനെ നിരത്തി വെച്ചു. അതിനെ വൈകുന്നേരമൊക്കെ നനയ്ക്കണം, വെള്ളം ഒഴിക്കണം. ഒരു ദിവസം നോക്കിയപ്പം വെള്ള മുട്ടകൾ കുറച്ചെണ്ണം ഇതിൻ്റെ അടുത്ത്, ആ പുരയിടത്തിൽ ഇതിൻ്റെ, കാരണം നനവുണ്ടല്ലോ അവിടെ. ഇതുപോലെ വേനൽക്കാലത്താണ് നല്ല ഈ വെളുത്ത കളറുള്ള ചെറിയ മുട്ടകൾ കണ്ടു. ഈ മുട്ട നമ്മുടെ ജോലിക്കാരിങ്ങനെ വടി വെച്ച് തട്ടി പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് എന്തെന്നറിയോ? ചെറിയ പാമ്പ്. അന്നേരമേ ഇത് പത്തി വിടർത്തി നിൽക്കുന്നു മൂർഖൻ. അപ്പം അപ്പോഴപ്പോലും ഇതിന് വിഷമുണ്ട്. ജനിച്ചു വരുന്ന ഈ പാമ്പ് കുഞ്ഞുങ്ങൾക്ക് വിഷമുണ്ട്. അതിൻ്റെ വിഷം കടുത്ത വിഷമാണ്. അത് കടിച്ചാൽ സാധാരണ നമ്മൾ അത് മരണപ്പെട്ടു പോകും. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കടിയേൽക്കാനിടയായി. ഇതാണ് നമുക്ക് പറയുന്നത്, നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും വാതിൽ, നമ്മൾ അടുക്കളയുടെ പിന്നിലുള്ള വാതിൽ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ടിലുള്ള വാതിലാണെങ്കിൽ പോലും കയറി പോകും, നമ്മൾ അറിയത്തില്ല, നമ്മൾ കാണത്തില്ല ഇത് കയറി പോകുന്നത് ഒരിക്കലും. അങ്ങനെ കയറി പോവും. അതുകൊണ്ട് എന്താണെന്നറിയോ, വാതിലൊക്കെ തുറന്നിടുന്ന വീടുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ മുറികളൊക്കെ ഒന്ന് പരിശോധിച്ചോണം കൂടെ. ഇതെവിടെ കയറി ഇരിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പം ATM കൗണ്ടറിനകത്ത് നമ്മൾ കണ്ടല്ലോ, ഇവിടെ പറവൂർ കവലയിൽ ഉള്ള ഹൈവേയുടെ സൈഡിലുള്ള ATM കൗണ്ടറിൽ ഒരു ആൾ പണം എടുക്കാൻ ചെന്നതാണ്. ആദ്യം പണമൊക്കെ എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് വിഡ്രോ ചെയ്ത് കാർഡ് ഇങ്ങോട്ട് എടുക്കാൻ നേരത്ത് നോക്കിയപ്പോൾ എന്തോ ഇതിനോടെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഒരു മൂർഖൻ, പാമ്പ് കിടക്കുക. എന്തു ചെയ്യും? ഭയന്നു പോയി. മൂർഖനമാണല്ലോ, ഏത് പാമ്പാന്ന് ഞാൻ മനസ്സിലാക്കില്ല, ഞാൻ അതിൻ്റെ പടം കണ്ടു. ഏതായാലും അത് കാർഡ് അയാൾ പേടിച്ച് അപ്പോഴേ ഇത് കാർഡും കളഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി, ഭയന്ന്. എന്തു ചെയ്യും? പിന്നെ എല്ലാവരും കൂടെ വന്ന് ആ പാമ്പിനെ പതുക്കെ, ഇപ്പം പാമ്പിനെ അടിച്ചു വന്ന കേസാണല്ലോ, വന്യജീവി അതിൻ്റെ ആ പ്രൊട്ടക്ഷൻ നിയമം അനുസരിച്ച് ഈ ഉള്ള കേസ് വരും. അത് കാരണം അത് പാമ്പിനെ തല്ലിക്കൊന്നില്ല. അത് പതുക്കെ അവിടുന്ന് ഇറങ്ങി എഴഞ്ഞ് അടുത്ത പറമ്പിലോട്ട് കയറിപ്പോയി. ഇതാണ് ഫോറസ്റ്റുകാരെ അറിയിക്കണം, അതാണ് ഇപ്പോഴത്തെ നിയമം. ഏതായാലും ഒരു കാര്യം ചെയ്യുക, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധ വേണം. ഈ സമയത്ത് പാമ്പ് വളരെ ഉപദ്രവകാരികളായിട്ട് മാറുന്ന സമയമാണ്, അത് ഇറങ്ങും. പിന്നെ എപ്പോഴും ആളനക്കവും അതുപോലെ വാഹനങ്ങളും ഒക്കെ പോകുന്ന അവിടെയൊക്കെ ആണെങ്കിൽ ഇത് കാണത്തില്ല, ഇരിക്കത്തില്ല ഒരിക്കലും. ആളനക്കമുള്ള ഭാഗങ്ങളിലൊന്നും ഈ പാമ്പൊന്നും കാണത്തില്ല. അങ്ങനെ കാണുന്നത് ഈ പറഞ്ഞ ചേനത്തണ്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈപ്പറിൻ്റെ ഒരു വകഭേദം ചേനത്തണ്ടൻ എന്ന് പറയുന്നത്, അണലി. ഇത് മാത്രമേ ഉള്ളൂ. ആളനക്കമൊന്നും അതിന് പ്രശ്നമല്ല. അത് പതുക്കെ എഴഞ്ഞ് കയറി വരും. വലിയ സ്പീഡില്ല ഇതിന്, ആ സാധനത്തിന്. അതാണ് പ്രശ്നം. അതിന് വേഗത, മൂർഖനൊക്കെ ആണെങ്കിൽ അതിഭയങ്കര വേഗതയിൽ അത് പോവും. ഇതിന് വലിയ വേഗതയില്ല. അത് പക്ഷേ കടിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാണ്. ഏതായാലും സൂക്ഷിക്കുക. ഈ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ, ഈ ആ കുഞ്ഞ്, വെന്റിലേറ്ററുള്ള കുഞ്ഞ് രക്ഷപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ കുഞ്ഞിന് ആദരാഞ്ജലികളും.